2024 മോഡൽ ടി വി എസ് റോണിൻ 225ൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എൻജിൻ സ്പെക്ക് കാര്യങ്ങൾ, ടയറിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ സേഫ്റ്റി ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പിന്നെ വണ്ടിയുടെ മൈലേജ് എത്ര വരുന്നുണ്ട്, കൂടാതെ ഇതിന് വണ്ടി റോഡിൽ ഇറക്കുന്നതിന് നമ്മൾ ലോണിട്ട് ഇറക്കുകയാണെങ്കിൽ തന്നെ EMI എത്ര വരും, ഡൗൺ പേയ്മെൻറ്റ് എത്ര അടക്കണം, അങ്ങനെ തുടങ്ങി ഫുൾ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന എല്ലാ മെമ്പേഴ്സും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാലും നിങ്ങൾക്ക് മാത്രമേ പുതിയ നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ടി വി എസ് റോണിൻ 225 മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ഹണ്ടർ തുടങ്ങിയ വാഹനങ്ങളായിട്ടാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എന്താണ് ടി വി എസ് റോണിന് അഡീഷണലായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ മോട്ടോർ സൈക്കിളിൻ്റെ വീഡിയോ എടുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തത് നോർത്ത് പറവൂർ ടൗണിലുള്ള പ്രീമിയർ ടി വി എസിൻ്റെ ഷോറൂമാണ്. അപ്പോൾ പ്രീമിയർ ടി വി എസിൽ നിങ്ങൾക്ക് പെട്രോൾ വെഹിക്കിൾസ് കൂടാതെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സ്, അതായത് ടി വി എസിൻ്റെ iQube തുടങ്ങിയ ഇലക്ട്രിക് സ്കൂട്ടേഴ്സും അവൈലബിൾ ആണ്. നോർത്ത് പറവൂർ ടൗണിൽ തന്നെയാണ്. ചേന്ദമംഗലം ജംഗ്ഷനിൽ നിന്ന് പറവൂർക്ക് പോകുമ്പോൾ ആ CC ഒക്കെ കഴിഞ്ഞ് മെയിൻ കലങ്ക് കഴിയുമ്പോൾ തന്നെ വലത്തെ സൈഡിൽ കാണാൻ പറ്റും. വലിയ ഷോറൂമാണ്. അതൊരു 3 years ഫെസിലിറ്റിയാണ്. സെയിൽസ്, സർവീസ്, സ്പെയർ പാർട്സ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ പുതിയ വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് പഴയ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യാനും ലോൺ ഇട്ട്, അതായത് ബാങ്ക് ലോൺ ഇട്ട് വണ്ടി എടുക്കാനുള്ള ഫുൾ സപ്പോർട്ട് അവരവിടുന്ന് ചെയ്യുന്നതാണ്. അപ്പോൾ അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. വാഹനം എടുക്കാനായിട്ട്, പുതിയ ടി വി എസിൻ്റെ വണ്ടികൾ എടുക്കാനായിട്ട് താല്പര്യമുള്ള എല്ലാവരും ഒന്ന് വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ബെസ്റ്റ് പ്രൈസും നല്ലൊരു ഓഫർ നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു ന്യൂ ജനറേഷൻ ബൈക്കാണ്. അപ്പോൾ പുതിയ ജനറേഷന് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും ടെക്നോളജീസും ഈ വാഹനത്തിൽ കമ്പനി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് പറയുമ്പോൾ കണ്ട ഇതിൻ്റെ ആ ഹെഡ്ലൈറ്റിൻ്റെ അപ്പിയറൻസ് ആണ്. ആ ഹെഡ്ലൈറ്റിന് ചുറ്റും ഒരു മാറ്റ് സിൽവർ ഫിനിഷിലുള്ളൊരു കവറിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഹൈലി സ്റ്റാൻഡ്സ് ആയിട്ടുള്ള ആ T ഷേപ്പുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്. പിന്നെ സ്പ്ലിറ്റ് LED ഹെഡ് ലാംപ്സ് ആണ്. 4 ബൾബ് വരുന്ന LED ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിന് കൊടുക്കുന്നത്. ടേൺ ഇൻഡിക്കേറ്റേഴ്സും LED മെറ്റീരിയൽ തന്നെ യൂസ് ചെയ്യുന്നത്. LED ബൾബ് തന്നെയാണ്, ഹാലജൻ ബൾബ് അല്ല. അത് ഫ്ലെക്സിബിൾ അല്ല, എന്നാലും ഫിക്സഡ് ടൈപ്പ് ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് വാഹനത്തിന് വരുന്നത്. നമുക്ക് ഈ വാഹനത്തിൻ്റെ സേഫ്റ്റിക്കായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ 41 mm ലെങ്ത്തുള്ള ഒരു അപ്സൈഡ് ഡൗൺ സസ്പെൻഷനാണ് ഈ വാഹനത്തിന് കൊടുത്തേക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് ടെറൈനിലും, ഇനിയിപ്പോൾ ഓൺ റോഡ് ആയാലും ഓഫ് റോഡ് ആയാലും തന്നെയും വളരെ കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ സ്റ്റെബിലിറ്റി, അന്യായ സ്റ്റെബിലിറ്റി ആയിരിക്കും ഈ സസ്പെൻഷൻ വരുമ്പോൾ. നമ്മൾ എത്ര മോശം റോഡിൽ ഓടിച്ചാലും വണ്ടി സ്റ്റേബിളായിട്ട് ഓടിച്ച് നടക്കാൻ പറ്റും. ഹൈ ക്വാളിറ്റി മെറ്റൽ കൊണ്ടുള്ളൊരു ഫ്രണ്ട് മഡ് ഗാർഡാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഡ്യുവൽ ചാനൽ ABS വിത്ത് വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് വരുന്നുണ്ട്. അതായത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് വരും, ഡ്യുവൽ ചാനൽ ABSും വരുന്നുണ്ട്. ABSന് 2 മോഡ് കൂടെ ഉണ്ട്. അത് ഞാൻ സ്പീഡോമീറ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരും, ഞാൻ ഡീറ്റെയിൽഡ് പറഞ്ഞുതരാം. പിന്നെ ഇതിൻ്റെ എൻജിൻ വരുന്നത് ലിക്വിഡ് കൂൾഡ് എൻജിനാണ്, എയർ കൂൾഡ് അല്ല, ലിക്വിഡ് കൂൾഡ് എൻജിനാണ്. കൂടാതെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഹാർഡ് ഫൈബർ ഉള്ളൊരു എൻജിൻ ഗാർഡും, അല്ലെങ്കിൽ നമുക്ക് എൻജിൻ കൗളെന്ന് പറയാം, എൻജിൻ കൗളും ഈ വാഹനത്തിന് കമ്പനി നൽകിയിട്ടുണ്ട്. അതിൻ്റെ മെറ്റീരിയൽസ്, അതായത് ഇപ്പോൾ ലിവർ, അതുപോലെ തന്നെ ഹാൻഡിൽ ഗ്രിപ്പ് എല്ലാം ഹെവി ക്വാളിറ്റിയാണ്. അതുകൂടാതെ ക്ലച്ച് ലിവറിനും ഫ്രണ്ട് ബ്രേക്ക് ലിവറിനും 3 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ലിവറിൻ്റെ ലെങ്ത്ത് നമുക്ക് ആവശ്യം പോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്വിച്ചസ് ഒക്കെ ഹെവി ക്വാളിറ്റിയാണ്. ഇടത്തെ സൈഡിൽ വരുമ്പോൾ പാസിൻ്റെ സ്വിച്ച്, ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ എല്ലാം വരും. വലത്തെ സൈഡിൽ വരുമ്പോൾ അത് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ്, പിന്നെ മീറ്ററിൻ്റെ സ്വിച്ച് വരും. ഹസാർഡിൻ്റെ സ്വിച്ച് കൂടെ വരുന്നുണ്ട്. ഇൻഡിക്കേറ്റർ 4 മണി ഒരുമിച്ച് കത്തിച്ചിടാൻ പറ്റിയ ഹസാർഡിൻ്റെ സ്വിച്ചും വരുന്നുണ്ട്. ഈ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മോഡിൻ്റെ സ്വിച്ചാണ്, അതായത് നമ്മുടെ മീറ്ററിൻ്റെ സ്വിച്ചാണ്, സ്പീഡോമീറ്ററിൻ്റെ. ഈ മോട്ടോർ സൈക്കിളിൻ്റെ സ്റ്റാർട്ടും സ്റ്റോപ്പും വളരെ സൈലൻ്റ് ആണ്. അതിൻ്റെ സ്വിച്ചാണ് ഈ താഴെ കാണുന്ന സെൽഫ് സ്റ്റാർട്ടിൻ്റെ സ്വിച്ച്. പിന്നെ നമുക്ക് മെയിനായിട്ട് പറയാമെന്ന് വെച്ചത് ഈ ലിവറിൻ്റെയൊക്കെ ക്വാളിറ്റി ഞാൻ പറഞ്ഞില്ലേ, അന്യായ ക്വാളിറ്റിയാണ്, ഒരു രക്ഷയില്ല. അത് 2 സൈഡും. പിന്നെ നമുക്ക് കീ നോക്കിയാൽ തന്നെ കീ വളരെ സ്ലിം ആയിട്ടുള്ള ആ TVS റോണിൻ്റെ ലോഗോ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കീ ആണ് വാഹനത്തിന് വരുന്നത്. ഈ മോട്ടോർ സൈക്കിളിൻ്റെ മറ്റൊരു അവിഭാജ്യ ഘടകമാണ് ഈ കാണുന്ന ഡിജിറ്റൽ മീറ്റർ. ഇത് ഒരു അസിമെട്രിക് ആയിട്ടുള്ള മീറ്ററാണ്. എന്ന് വെച്ചാൽ ഒരു സൈഡിലേക്കാണ് വെച്ചേക്കുന്നത്. ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് മൊബൈൽ ആപ്പ് വഴി കണക്ട് ചെയ്യാം, ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോള്, SMS-ൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം വരും. വോയിസ് കമാൻഡ് അസിസ്റ്റ് ഉണ്ട്. അതായത് മൊബൈൽ ആപ്പ് വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്യാപ്ചർ ചെയ്യും. പിന്നെ അത് കൂടാതെ ഗൂഗിൾ മാപ്പ്, നാവിഗേഷൻ എന്ന് പറയില്ല, നാവിഗേഷൻ്റെ സപ്പോർട്ട് അതിൽ കാണിക്കും. ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററാണ് ആ N എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചാൽ. അതിൻ്റെ തൊട്ട് താഴെ കിടന്ന് ബ്ലിങ്ക് ചെയ്യുന്ന ബ്ലൂടൂത്തിൻ്റെ നോട്ടിഫിക്കേഷനാണ്. ബ്ലൂടൂത്ത് കണക്ട് ആണെങ്കിൽ അത് ബ്ലിങ്ക് ചെയ്യില്ല.
പിന്നെ അത് കൂടാതെ ആവറേജ് സ്പീഡ്, ലാസ്റ്റ് റണ്ണിൽ ആവറേജ് സ്പീഡ് വണ്ടിയിൽ കാണിക്കും. ഡിസ്റ്റൻസ് ടു എം ടി എന്ന് പറയുന്നത് വെച്ചാൽ വണ്ടിയിലുള്ള ഫ്യൂൽ വെച്ചിട്ട്, ഉള്ള പെട്രോൾ വെച്ചിട്ട് എത്ര കിലോമീറ്ററിന് വണ്ടി ഓടും എന്ന് കാണിക്കും. പിന്നെ താഴെ സാധാരണ പോലുള്ള നോട്ടിഫിക്കേഷൻസ് എല്ലാം വരും. എന്താ പറയുക, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ്, ABS നോട്ടിഫിക്കേഷൻ, ന്യൂട്രലിൻ്റെ ഇൻഡിക്കേറ്റർ, ഹൈ ബീം, ലോ ബീം, എല്ലാ നോട്ടിഫിക്കേഷനും വരും. അത് കൂടാതെ 2 സ്വിച്ചസ് ആണ് വരുന്നത്, മോഡിൻ്റെ സ്വിച്ചും സെറ്റിൻ്റെ സ്വിച്ചും. മോഡ് എന്ന് പറയുമ്പോൾ ABSൻ്റെ മോഡ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ വാഹനത്തിന് 2 ABS മോഡ് വരുന്നുണ്ട്. ഒന്ന് റെയിൻ മോഡുണ്ട്, ഒന്ന് അർബൻ മോഡുണ്ട്. റെയിൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി ട്രാക്ഷൻ വരും, വെച്ചാൽ കുറച്ചുകൂടി കൺട്രോളായിരിക്കും വാഹനം. അർബൻ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ നോർമൽ ക്രൂസിങ്ങിനുള്ള മോഡാണ്. അങ്ങനെ 2 ABS മോഡാണ് ഈ വാഹനത്തിന് വരുന്നത്. നിങ്ങൾ ഈ വാഹനത്തിൻ്റെ സിലിണ്ടർ ശ്രദ്ധിച്ചാൽ മെഷീൻ ഫിനിഷ് ആയിട്ടുള്ള സിലിണ്ടറാണ്. വളരെ ഭംഗിയുള്ളതും വലിപ്പമുള്ളതുമായ ഒരു പെട്രോൾ ടാങ്കാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഓപ്പണറാണ് കാണുന്നത്. E20, അതായത് 20% എത്തനോൾ ഉള്ള ഫ്യൂലും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അതിവിടെ കേരളത്തിൽ വന്ന് തുടങ്ങിയിട്ടില്ല, കൽക്കത്ത, ബോംബെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവും. ക്രമേണ ഇങ്ങോട്ടും വന്നോളും. വെച്ചാൽ അത്ര പൊല്യൂഷൻ കുറവായിരിക്കും വാഹനത്തിന്. പിന്നെ സൈഡ് കവറിൽ നല്ല ഭംഗിയായിട്ട് റോണിൽ എഴുതിയിട്ടുള്ള ഒരു 3D ബാഡ്ജിങ് വരുന്നുണ്ട്. ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സിംഗിൾ സിലിണ്ടർ 4 വാൽവ് 4 സ്ട്രോക്ക് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ പവർ വരുന്നത് 20 bhp ആണ്. ടോർക്ക് വരുന്നത് 19 Nm ആണ്. സ്ലിപ്പർ ക്ലച്ച് ഉണ്ട്. അതുകൂടാതെ സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് വരുന്നുണ്ട്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ഈ സൈഡിലെ സിൽവർ കളർ റൗണ്ട് പോർഷൻ ശ്രദ്ധിച്ചു, അത് അലൂമിനിയം മെറ്റീരിയലാണ്. അത് എഞ്ചിൻ്റെ ഹീറ്റ് വളരെ പെട്ടെന്ന് പുറത്തേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു എഞ്ചിൻ കൗൾ വരുന്നത്. നല്ല ലൗഡായിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ഹോണും വാഹനത്തിന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് കണ്ടോ, ഇതൊരു ഫുൾ ചെയിൻ കവർ വാഹനത്തിന് വരുന്നുണ്ട്. അത് ലൈറ്റ് വെയിറ്റ് ആണെന്ന ഹാർഡ് മെറ്റീരിയലാണ്. കൂടാണ്ട് ഇതിൻ്റെ നല്ല പോയിൻറ്റഡ് ആയിട്ടുള്ള റബ്ബർ ഫിനിഷിലുള്ള ഒരു ഫുഡ് റെസ്റ്റും വരുന്നുണ്ട്. ഇതിൻ്റെ സാരി ഗാർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല വൈഡായിട്ട് ഫുൾ ഏരിയ കവർ ചെയ്യുന്ന രീതിയിലുള്ള നല്ല വലിപ്പമുള്ള മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള നല്ലൊരു സാരി ഗാർഡാണ് ഈ വാഹനത്തിന് വന്നേക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സീറ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഫാബ്രിക് അപ്പോൾസറി അന്യായ ഫാബ്രിക് അപ്പോൾസറിയാണ്. അത് ഡാർക്ക് ബ്രൗൺ കളറിലുള്ള നല്ല സൂപ്പർ അപ്പോൾസറിയാണ്. നല്ല കംഫർട്ടബിളാണ്. അത് റൈഡറിനായാലും പിനിയനായാലും നല്ല സൂപ്പറായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. അത് കൂടാതെ നല്ല വൈറ്റ് കളർ സ്റ്റിച്ചിങ് കൂടി കൊടുത്തപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ബാക്ക് സൈഡ് പറയുകയാണെങ്കിൽ നല്ല മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു റിയർ ഗ്രാബാണ് വാഹനത്തിന് വരുന്നത്. ഇതിൻ്റെ ടെയിൽ ലാംപ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫുൾ LED ആണ്. വൈഡ് സ്റ്റാൻഡ്സ് ആണ്. നല്ല ഫുള്ള് റൗണ്ട് ചെയ്ത് വൈഡായിട്ട് വരുന്ന ഒരു LED ടെയിൽ ലാമ്പ് വരുന്നുണ്ട്. സെയിം തന്നെ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സാണ് ഈ വാഹനത്തിന് വരുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയാം. 7 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് സസ്പെൻഷനാണ് ഈ വാഹനത്തിന് വരുന്നത്. അത് ഈ വാഹനത്തിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാത്തിനും 5 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത്. ബാക്ക് സൈഡും അലോയ് വീൽസ് തന്നെയാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് ആണ്. 9 സ്ട്രോക്സ് ആണ്, അതായത് 9 സ്ട്രോക്കാണ് ഈ അലോയ് വീലിന് വരുന്നത്. ബാക്ക് സൈഡ് ഡ്യുവൽ ഡിസ്ക് വരുന്ന ABS സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് വാഹനത്തിന് വരുന്നത്. ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ടയറാണ് ഈ വാഹനത്തിൻ്റേത്. സൈസ് വരുന്നത് 130/70 17 ഇഞ്ച് TVSൻ്റെ ടയർ തന്നെയാണ്. അതിൻ്റെ ഗ്രിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ടയേഴ്സ് എല്ലാം വൈഡ് ബ്ലോക്ക് ആയിട്ടുള്ള ടൈപ്പാണ്. അതെന്ന് വെച്ചാൽ കുറച്ചധികം ഗ്രിപ്പ് ഉണ്ടാവും, എന്നാൽ ഡ്യൂറബിളും ആയിരിക്കും. ഇതൊക്കെയാണ് ഈ ടയറിൻ്റെ മെയിൻ പ്രത്യേകത വരുന്നത്. കസ്റ്റം മെയ്ഡ് യുണീക്ക് ഡിസൈനിലുള്ളൊരു എക്സോസ്റ്റ് സൈലൻസറാണ് ഈ വാഹനത്തിന് വരുന്നത്. അതിൻ്റെ ആ ടിപ്പിൽ വരുമ്പോൾ ഗ്ലോസി കളറ് അലൂമിനിയം ഫിനിഷിലുള്ള പെയിൻറ്റിങ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് TVS റോണിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഈ മോട്ടോർ സൈക്കിൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ എഞ്ചിൻ്റെ നോയ്സ് ഒന്ന് കേട്ട് നോക്കാം. ഈ മോട്ടോർ സൈക്കിളിൻ്റെ സെൽഫ് സ്വിച്ച് ലൈറ്റ് ടച്ചാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ എഞ്ചിൻ വളരെ സൈലൻ്റ് ആണ്. കണ്ടോ, ഓണായെന്ന് അറിയപ്പോലുമില്ല. നമുക്കിനി പതുക്കുന്ന ആക്സലേഷൻ കുറച്ചുകൂടി റേസ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടി വലിപ്പിക്കുമ്പോൾ എങ്ങനത്തെ സൗണ്ട് വരുന്ന കൂടി ഒന്ന് നോക്കിയേക്കാം. ഈ മോട്ടോർ സൈക്കിൾ 2024 മുതൽ TVS റോണിൻ 225 ഓൺ റോഡ് കോസ്റ്റ് വരും ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് 2.10 ഇടയിലാണ്. ഈ വാഹനം നമുക്ക് ഫിനാൻസ് ഇട്ട് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ഫിനാൻസ് ഇട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30,000-35,000 രൂപയ്ക്ക് ഇടയിൽ ക്യാഷ് നമ്മുടെ കയ്യിൽ വേണം. EMI പറയുകയാണെങ്കിൽ ഒരു 5,000-6,000 ഇടയിൽ EMI സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മോട്ടോർ സൈക്കിളിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയ മെമ്പേഴ്സ് എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ സനീർ സൈനിങ് ഓഫ് മോട്ടോർ ഇൻഫോടെക്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.